ഹാനോക്ക് എന്ന വ്യക്തിയെപ്പറ്റി വചനത്തിൽ കൂടുതലൊന്നും പറയുന്നില്ല. ഉൽപ്പത്തി 5 കായീന്റെയും ഹാബേലിന്റെയും തൊട്ടു പിന്നാലെ ഹാനോക്കിനെ പറ്റി പറയുന്നു. വളരെ കുറച്ചു വരികൾ. അവയിൽ ഭൂരിഭാഗവും ഹാനോക്കിന്റെ ബന്ധുക്കളാരെന്നും എത്ര നാൾ ജീവിച്ചെന്നുമുള്ള വിവരങ്ങൾ മാത്രമാണ്. ഹാനോക്ക് എന്ന വാക്കിന്റെ അർത്ഥം സമർപ്പിക്കപ്പെട്ടത് എന്നാണ്. തന്റെ പേര് അർത്ഥമാക്കുന്നത് പോലെ തന്നെ ഹാനോക്ക് സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതം നയിച്ചു. യാരേദിന് 162 വയസ്സായപ്പോഴാണ് ഹാനോക്ക് ഉണ്ടായത്. ഹാനോക്കിന് 65 വയസ്സായപ്പോൾ മെതുശലേഹ് ഉണ്ടായി. മെതുശലേഹ് ജനിച്ചതിന് ശേഷം ഹാനോക്ക് 300 വർഷം ദൈവത്തോട് കൂടെ നടന്നു. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ജനിച്ചു. ഹാനോക്കിന്റെ ആയുഷ്കാലം 365 വർഷമായിരുന്നു. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ അവൻ കാണാതെയായി. ഹാനോക്കിനെ കുറിച്ച് നമുക്ക് നൽകിയിരിക്കുന്ന ഒരേ ഒരു വിശദാംശം ഈ വാക്യത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ അവൻ കാണാതെയായി. എന്നിട്ടും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം എബ്രായർ 11 നാം ഹാനോക്കിനെ വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ കാണുന്നു. എബ്രായർ 11 ഇപ്രകാരം വായിക്കുന്നു: വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അവൻ എടുക്കപ്പെടുന്നതിന് മുൻപ് അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് സാക്ഷ്യം ലഭിച്ചു. കൊച്ചുമകനായ നോഹയ്ക്ക് ഏകദേശം 400 വർഷം മുൻപാണ് ഹാനോക്ക് ജീവിച്ചിരുന്നത്. നോഹയുടെ കാലം അസാധാരണമാംവിധം ദുഷ്ടവും അക്രമാസക്തവുമായിരുന്നെന്ന് വചനം വ്യക്തമാക്കുന്നു. ആരും ദൈവത്തെ ശ്രദ്ധിച്ചിരുന്നില്ല. ഹാനോക്കിന്റെ കാലത്തും അതങ്ങനെ തന്നെ ആയിരിക്കുവാനാണ് സാധ്യത. പക്ഷേ ഹാനോക്ക് ദൈവത്തോടൊപ്പം നടന്നു. അത് അവനെ വ്യത്യസ്തനാക്കി. ഹാനോക്ക് ഒഴുക്കിനെതിരെ മുന്നോട്ടു പോയി. വചനത്തിൽ ഹാനോക്കിനെ കുറിച്ച് മറ്റൊരു പരാമർശമുണ്ട്. അത് യൂദായുടെ പുസ്തകത്തിലാണ്. ആദാമിൽ നിന്നും 7ാമനായ ഹാനോക്ക് ഇവരെക്കുറിച്ച് പ്രവചിച്ചു. എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം ഭക്തികെട്ട പാപികൾ തന്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തികെട്ടവരെയൊക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. ദൈവത്തെക്കുറിച്ച് തനിക്ക് ലഭിച്ച വെളിപ്പാട് ധൈര്യത്തോടെ ഹാനോക്ക് പ്രസ്താവിച്ചു. ഹാനോക്കിന്റെ ജീവിതം നമുക്ക് ഒരു മാതൃകയാവട്ടെ. ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988-22-1957 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 079960010203.